ഇതേപോലെ തന്നെയാണ് മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ 6 ആളുകൾ ചേർന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലിയാരും ഇവർ രണ്ടിൽ ആരെ തിരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തിൻ്റെ അധികാരം 6 പേരിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലെത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫാണ് തിരഞ്ഞെടുക്കേണ്ടത്. അദ്ദേഹം പ്രജകളിൽ മദീനത്തെ പ്രഗത്ഭരായ എല്ലാവരെയും വിളിച്ച് മുശാവറത്ത് ചെയ്തു. ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെയാണെന്ന് മനസ്സിലാക്കി. അലിയാരെ അത്ര തന്നെ ജനം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി. രണ്ടുപേരുടെയും സ്വഭാവം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇത് വെച്ചുകൊണ്ട് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 2 ആളോടും ഉടമ്പടിയും കരാറും വാങ്ങി. നിങ്ങളെ ഞാൻ ഖലീഫയാക്കിയാൽ നിങ്ങൾ നീതിയോടെ വർത്തിക്കണം, നിങ്ങൾക്ക് പകരം മറ്റേയാളെ ആക്കിയാൽ നിങ്ങൾ സ്വീകരിക്കണമെന്ന്. അത് 2 പേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും കരാറായി കഴിഞ്ഞ ശേഷം ഭൂരിപക്ഷാഭിപ്രായവും ജനഹിതവും മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 3-ാം ഖലീഫയായി അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ബൈഅത്ത് ചെയ്തവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് വളരെ മുമ്പ് കടന്നു വന്നവർ. ഉമറുൽ ഫാറൂഖിനെ സംബന്ധിച്ചിടത്തോളം നുബുവത്തിൻ്റെ 6-ാം വർഷത്തിലാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ മുൻപത്രയും കാലം പ്രബോധന നബി തങ്ങൾ തുടങ്ങിയ ഒരു 3 വർഷക്കാലം നബിയുടെ കടുത്ത പ്രതിയോഗിയാണ് ഉമർ എന്നവർ എല്ലാവർക്കും അറിയാം. ചരിത്രം കുട്ടികൾ മുതൽ നബിദിനത്തിൻ്റെ പ്രസംഗങ്ങളിൽ മുതൽ നമ്മൾ പഠിച്ചും കേട്ടും വളർന്നു വരുന്നതാണ്. ആ ഉമർ എന്നവരിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിൻ്റെ ആദ്യ സമയത്തു തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്കായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ട് വിശ്വസിച്ചവരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അഷ്റഫുൽ ഖൽഖിൻ്റെ ഖുറൈശി കുടുംബത്തിലുള്ളവരാണ്. അബ്ദുമനാഫിൻ്റെ മക്കൾ പരമ്പരയിൽപ്പെട്ടവരാണ്. പക്ഷേ നബി കുടുംബത്തിൽപ്പെടുന്ന ബനുൽ ഹാഷിമിലോ ബനുൽ മുത്തലിബിലോ പെട്ടതല്ല. ബനു ഉമയ്യത്ത് എന്ന പേരിലുള്ള മറ്റൊരു വംശമുണ്ട് അബ്ദുമനാഫിൻ്റെ മക്കളിൽ. ആ വംശത്തിൽപ്പെട്ടതുകൊണ്ട് നബി കുടുംബത്തിൽ വരുന്നില്ല. നബി കുടുംബം ബനുൽ ഹാഷിമാണ്. ബനുൽ ഹാഷിം എന്ന കുടുംബത്തിൻ്റെ അതേ സ്ഥാനം ഏതു കാലത്തും അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിരുന്ന ബനുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കനിഞ്ഞേകിയതാണ്. അങ്ങനെ ബനു ഉമയ്യത്തിനും ബനു നൗഫലിനും കൊടുത്തില്ല. ഇതാണ് നബി കുടുംബത്തിൽ ഹാഷിം മുത്തലിബ് വംശക്കാർ മാത്രം പെടാൻ കാരണം. ഈ നിലക്ക് ഖുറൈശികളിൽപ്പെട്ട ബനു ഉമയ്യയിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല പടച്ചതിൽ ഏറ്റവും സുന്ദരന്മാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരന്മാരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ടവർ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ ഇസ്ലാമായതു തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു അത്ഭുതകരമായൊരു സംഭവമാണ്. മുസ്ലിമായതു തന്നെ ഒരത്ഭുതകരമായ സംഭവമാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ റുഖയ്യയെ നിക്കാഹ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അവർക്കറിയുകയും ചെയ്യാം റുഖയ്യയെ. പക്ഷേ ആ റുഖയ്യയെ കല്യാണം കഴിച്ചത് നബിയുടെ മൂത്താപ്പ അബൂലഹബിൻ്റെ മകൻ ഉത്ബത്താണ്. ഉത്ബത്തും റുഖയ്യയും തമ്മിലുള്ള ആ വിവാഹത്തിൽ നബിയോട് ചോദിച്ചിട്ടില്ല, നബിയോട് വിവാഹാലോചന നടത്തിയിട്ടില്ല, കുടുംബങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മൂപ്പര് മനസ്സിൽ ഓർത്തിരുന്നു റുഖയ്യയെ കല്യാണം കഴിക്കണമെന്ന്. നബിയുടെ കുടുംബമാണല്ലോ. ആ നിലക്കും ഖുറൈശി എന്ന നിലക്കും നബിയോടുള്ള അടുപ്പം വെച്ചുകൊണ്ട് തന്നെ ഒരേ ഗ്രേഡിൽ അലി ഇബ്നു അബീ ത്വാലിബിനോ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ ഗ്രേഡിൽ വരുന്നവരാണ്. നബി കുടുംബം എന്ന പദവി അല്ലാഹു തആല നൽകിയിട്ടില്ലെങ്കിലും ആ നിലക്ക് അവർക്ക് കിട്ടണമെന്ന ആ രീതിയിലുള്ള ആ ആഗ്രഹം മാറി ഉത്ബക്ക് കല്യാണം ചെയ്തു വെച്ചപ്പോൾ മൂപ്പർക്ക് ഒരു പ്രയാസമായി. ആ റുഖയ്യ മനസ്സിൽ കരുതിയിരുന്നവരാണ്. അവർ പോയെന്നില്ല ദുഃഖത്തിൽ തൻ്റെ കുടുംബത്തിൽ ചെന്നപ്പോൾ അവരുടെ മാതൃ സഹോദരി സഅദ, ആ സഅദ എന്നവർ ഒരു ജ്യോത്സ്യ വനിതയാണ്. ജിന്നുകളിൽ നിന്ന് വിവരം കിട്ടുന്നതിനനുസരിച്ച് ജനങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത്ഭുതകരമായി ആളുകൾ സമീപിക്കുന്ന, അത്തരം ഭാഷയിൽ സംസാരിക്കുന്ന, കവിതകൾ ചൊല്ലുന്ന, ജിന്നുകളിൽ നിന്ന് പ്രത്യേകം വിവരങ്ങൾ കിട്ടുന്ന
അതാണ് കാഹിനത്ത് എന്ന് പറഞ്ഞത്. ആ വിധത്തിലൊരു ജ്യോത്സ്യാണ്. ഇന്ന് നമ്മൾ ജ്യോത്സ്യം എന്നൊക്കെ പറയണമാതിരി കണക്കൂട്ടിയാണ്ട് വരച്ചുകൂട്ടിയാണ്ട് എന്തോ കൂട്ടണമെന്നാണ് വിചാരിക്കേണ്ട. ജിന്നകളിൽ നിന്ന് കിട്ടുന്ന വിവരം അത്യാവശ്യമൊക്കെ ശരിപ്പെട്ടുകൊണ്ട് തന്നെ വരുന്ന ഒരു തരത്തിലുള്ളവരാണ് കാഹിനുകൾ. അത്തരത്തിലൊരു കാഹിന അവർ വിവരിക്കുകയാണ്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, അബ്ശിർ വഹയ്ത സലാസൻ തസ്റ ثم ثلاثا وثلاثا أخرى ثم بأخرى كي تتم عشرا أتاك خير ووقيت شرا أنكحت والله حصانا زهرا وأنت بكر ولقيت بكرا. നിങ്ങളൊരു 3 ദിവസം, പിന്നെ ഒരു 3 ദിവസം, പിന്നെ ഒരു 3 ദിവസവും, പിന്നെ ഒരു രാത്രിയും, അങ്ങനെ ഒരു 10 രാത്രി നിങ്ങളങ്ങനെ നിന്ന് ഒരു 10 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഒരാളുടെ മകളെ തന്നെ നിങ്ങൾക്ക് ഇണയായി കിട്ടും, നിങ്ങൾക്ക് ഭാര്യയായി കിട്ടും എന്ന് പറയുമ്പോൾ തൻ്റെ മനസ്സിലുള്ള മറ്റാരോടും പറയാത്ത ഈ മോഹം ഇന്നത്തെ രീതിയിൽ മക്കയിൽ ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ കതിറുള്ളയാൾ, വീര്യപ്പെട്ടയാൾ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടി അബ്ദുല്ലാഹിയുടെ പുത്രൻ മുഹമ്മദ് എന്ന പേർ തന്നെയാണ്. ആ മുഹമ്മദിൻ്റെ പുത്രിയെയാണ് താൻ മനസ്സിൽ ഓമനിച്ച് സങ്കല്പിക്കുന്നത്. ഈ ഒരു കുട്ടിയെ 10 രാത്രി കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതാണ് അബൂലഹബ് എന്ന മൂത്താപ്പാൻ്റെ മകൻ ഉതുബത്ത് കല്യാണം കഴിച്ചിരിക്കുന്ന, നിക്കാഹ് ചെയ്തിരിക്കുന്ന ഈ പെണ്ണിനെക്കുറിച്ച് മാതൃസഹോദരി പറയുന്നത്. ഇതെന്തൊരത്ഭുതമാണ് നിങ്ങളീ പറയുന്നത്. ആരോ കല്യാണം കഴിച്ച് കഴിഞ്ഞ ഒരു പെണ്ണിനെയാണല്ലോ നിങ്ങൾ എന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന് പറയുന്നത്. അതെങ്ങനെ നടക്കും എന്ന് മാതൃസഹോദരിയോട് പറഞ്ഞപ്പോൾ ലക്കൽ ജമാലു വലക്കൽ ലീസാനു ഹാദാ നബിയുൻ മഅഹുൽ ബുർഹാനു അർസലഹു ബിഹഖ്ഖിഹി ദയ്യാനു വജാഅഹു തൻസീലു വൽ ഫുർഖാനു ഫത്ബഉഹു ലാ തഗ്താലുകൽ ഔസാനു. ഈ വിഗ്രഹങ്ങളുടെ ഒന്നും ചതിപ്പെടണ്ട. ഇവിടെ ഇപ്പോൾ ഉള്ളത് നല്ല തെളിവോടുകൂടി അല്ലാഹു തആല സത്യവുമായി അയച്ച ദൂതരാണ്. ആ ദൂതർക്ക് ഇറങ്ങുന്നത് ഖുർആൻ, ആ ദൂതർക്ക് വരുന്നത് ഫുർഖാൻ. ആ ഫുർഖാനും തൻസീലുമെല്ലാം അവതരിച്ചു കൊണ്ടിരിക്കുന്ന നബിയാണ് ഇവിടെ തെളിവോടുകൂടെ നിലകൊള്ളുന്നത്. ആ നബിയുടെ കൂടെ വിശ്വസിച്ചോളൂ. നിങ്ങൾക്ക് പെണ്ണ് ഞാൻ പറയുന്നത് കിട്ടാനുള്ള സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള വാഗ്ധോരണിയും വൈഭവമുണ്ട്, ഒക്കെയുള്ള ആളെന്ന നിലയ്ക്ക് ഈ നബിയെ പിന്തുടരുക എന്ന മാർഗം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന്. നിങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആ സമയത്ത് വ്യക്തമായി തന്നെ അവർ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ലാ റസൂലും മിൻ ഇൻദില്ലാഹ് ജാഅ ബി തൻസീലില്ലാഹ് യദ്ഉ ബിഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന വിധത്തിൽ അബ്ദുല്ലാൻ്റെ മകൻ മുഹമ്മദ് അള്ളാഹിൻ്റെ റസൂലായി വന്നിട്ടുണ്ട്. നിങ്ങളെ വിളിക്കും, നിങ്ങളോട് പ്രബോധനം ചെയ്യും. അപ്പോൾ ആ നിലക്ക് തന്നെ നിങ്ങൾ അവരെ തുടർന്ന് നിങ്ങളവരെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ്. അതുവരെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തെക്കുറിച്ചോ നബിത്വത്തെക്കുറിച്ചോ ഉസ്മാൻ എന്നവർക്ക് അറിയില്ല. ഈ ഒരു വിവരം തൻ്റെ മാതൃ സഹോദരി പറയുമ്പോൾ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിയുടെ കാര്യമറിയാൻ ഏറ്റവും നല്ലത് അബൂബക്കർ സിദ്ദീഖാണെന്ന് മനസ്സിലാക്കി സിദ്ദീഖ് എന്നവരെ സമീപിച്ചതാണവർ. സിദ്ദീഖ് എന്നവരെ സമീപിച്ചിട്ട് തൻ്റെ ജ്യോത്സ്യയായ ഈ മാതൃ സഹോദരി പറഞ്ഞത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ സംസാരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ശരിയാണ് ഉസ്മാനെ, ഇന്നക ലറജുലുൻ ഹാസിം മാ യഖ്ഫാ അലൈക്കൽ ഹഖ് മിനൽ ബാത്തിൽ മാ ഹാദിഹിൽ അസ്നാം. ഈ മക്കയിലെ ജനങ്ങൾ പൂജിക്കുന്ന വിഗ്രഹങ്ങൾക്ക് എന്തു കഴിയും? അവരെന്തു ദൈവങ്ങളാണ്? എങ്ങനെയാണ് അവർ ദൈവങ്ങളാവുക? ഹക്കും ബാത്തിലും തിരിച്ചറിയാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. കല്ലുകൊണ്ടുണ്ടാക്കിയ, കേൾവിശക്തിയില്ലാത്ത, കാഴ്ചശക്തിയില്ലാത്ത, ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത, ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഈ കല്ലിൻ്റെ ദൈവങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെയാണോ നമ്മൾ പൂജിക്കേണ്ടത്? ഇത് വെടിയാനാണല്ലോ മുഹമ്മദ് മുസ്തഫ പറയുന്നത് എന്ന് സിദ്ദീഖ് എന്നവർ പറഞ്ഞപ്പോൾ ശരി തന്നെ എന്നെനിക്കും തോന്നി. എന്നാൽ എങ്ങനെ മുഹമ്മദിനെ കാണും? ആ വാ, എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അടുത്തേക്ക് സിദ്ദീഖ് എന്നവർ കൊണ്ടുപോയി. സിദ്ദീഖ് എന്നവർ പറഞ്ഞ വിവരം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട നബിയോട് അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉസ്മാൻ അജിബില്ലാഹ ഇലാ ജന്നതി ഫഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹ്ക്ക് ഉത്തരം നൽകണം, അള്ളാഹ്ക്ക് ഉത്തരം നൽകിയാൽ നിങ്ങൾ എത്തുന്നത് സ്വർഗത്തിലാണ്, സ്വർഗത്തിലേക്ക് എത്താൻ വരണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ പിന്നെ അവിടെ ചിന്തിക്കാൻ നിന്നില്ല. ഞാൻ മുസ്ലിമാകാൻ എന്താണ് വേണ്ടതെന്ന് അന്വേഷിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ശഹാദത്ത് കലിമത്തിൽ കൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഉടനെ കണ്ടുകിണ് റുഖയ്യാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവരിച്ചത്. ഇതിങ്ങനെ സംഭവിക്കുന്നത് അബൂലഹബിനെ ചൊല്ലിയുള്ള ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയപ്പോൾ അബൂലഹബിൻ്റെ മകൻ ഉത്ബയെ കൊണ്ട് നിക്കാഹ് ചെയ്തിരുന്നത് തമ്മിൽ കൂടാതെ, തമ്മിൽ ബന്ധപ്പെടാതെ ഇണചേരുന്നതിന് മുൻപായി കൊണ്ട് ഉത്ബയെ കൊണ്ട് കാര്യം തീർപ്പിച്ചു ബാപ്പ. എന്നെയാണ് തബ്ബത്തി യദാ അബീ ലഹബ് എന്നും പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ശപിക്കുന്നത്. അങ്ങനത്തെ മുഹമ്മദിൻ്റെ മകളെ കല്യാണം കഴിച്ച് നമ്മുടെ വീട്ടിൽ നീ എൻ്റെ മകൻ കഴിയാൻ പാടില്ല എന്നുള്ള നിലക്ക് അവരെയും അതുപോലെ തന്നെ തൻ്റെ മറ്റൊരു സഹോദരിയെയും തൻ്റെ മറ്റൊരു പുത്രനും അത് രണ്ടും വിവാഹം മോചനം ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എനിക്ക് നബിയുടെ മകൾ റുഖയ്യയെ കല്യാണം ചെയ്യാൻ കഴിഞ്ഞത്. ബദർ യുദ്ധത്തിൻ്റെ നാളിൽ ബദർ യുദ്ധത്തിലെ സംഭവം വരുമ്പോൾ റുഖയ്യ എന്നൊരു വഫാത്തായ കഥ നമ്മൾ വിവരിച്ചിട്ടുണ്ട്. റമദാനിലെ ബദറുമായി ബന്ധപ്പെട്ട് അവർ വഫാത്തായ വിവരത്തിൽ ആ റുഖയ്യയെ കല്യാണം കഴിച്ചപ്പോൾ അവരുടെ സഹോദരി ഉമ്മു കുൽസൂം എന്നിവരെ ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവർക്ക് നബി വീണ്ടും കെട്ടിച്ചു കൊടുത്തു. ഇനി നബിക്ക് വേറെ ഒരു മകൾ കെട്ടിക്കാനില്ല. ഫാത്തിമ ബീവിനെ അലിയാർക്കും എൻ്റെ മുമ്പ് കെട്ടിച്ചിട്ടുണ്ട്, ഇനിയൊന്നില്ല. എനിക്ക് മൂന്നാമത്തെ ഒരു കുട്ടി ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഉസ്മാനെ തന്നെ കെട്ടിച്ചു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ അടുക്കൽ ഇനി ഇല്ലായിട്ട് അഞ്ഞ് വേണ്ട ഒരു കല്യാണം ചെയ്ത് കൊടുക്കും ഉസ്മാന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അത്ര ഇഷ്ടപ്പെട്ടവരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസ്മാനും റുഖയ്യയും ഏറ്റവും സുന്ദരനും ഏറ്റവും സുന്ദരിയുമായ ഇണകൾ എന്ന പേരിലാണ് അവർക്കിടയിൽ, സമൂഹത്തിനിടയിൽ, മക്കയിലെ ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്നത്. ഉസാമത്ത് ബിൻ സെയ്ദ് പറയുന്നുണ്ട്, എന്നെ നബി തങ്ങൾ ഒരു വലിയ പലഹാരം വന്നപ്പോൾ ഈ പലഹാരം ഒന്ന് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു ഉസ്മാൻ്റെ വീട്ടിൽ. ഞാൻ ചെന്ന് ഉസ്മാനുണ്ട് റുഖയ്യയുണ്ട്, രണ്ടാളും മാറി മാറി ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത നിയമങ്ങളൊന്നും അപ്പല്ല. മാത്രമല്ല നബിയുടെ പുത്രനാണ് അക്കാലത്ത് സുഹൈദ് ബിൻ ഹാരിസത്ത് എന്നവർ. അവരുടെ കുട്ടിയാണ് ഉസാമ, നബിയുടെ പേരക്കുട്ടിയാണ്. അപ്പം നബിയുടെ പേരക്കുട്ടി എന്നുള്ള നിലയിൽ നബിക്ക് ശരിക്കും പറ്റുന്ന അവരുടെ അമ്മായിയായിട്ടാണ് അന്നത്തെ കുടുംബത്തിൻ്റെയും കുടുംബ വ്യവസ്ഥിതിയുടെയും കണക്കിന് റുഖയ്യയുള്ളത്. ആ റുഖയ്യ സെയ്ദ് ബിൻ ഹാരിസത്ത് നബിയുടെ പുത്രൻ്റെ സഹോദരിയായി വരും. ഈ സഹോദരിയുടെ ഭർത്താവാണ് ഉസ്മാൻ. ഇവരെങ്ങനെ നോക്കി കുറച്ചേരങ്ങനെ നിന്നു. ഇത് കൊണ്ടേ കൊടുക്കുമ്പോൾ ഇത്ര യോജിച്ച ഇണകൾ റുഖയ്യക്കും ഉസ്മാനും, ഉസ്മാനും റുഖയ്യയും. ഇങ്ങനെ ദുന്യാവിൽ ഇങ്ങനെ ഒരു ഇണക്കം വേറെ കാണില്ല സുന്ദരനും സുന്ദരിയും എന്ന് ബഹുമാനപ്പെട്ടവർ മനസ്സിൽ വെച്ച് ഇതിലാകൃഷ്ടരായി കുറച്ചേരം അന്തിച്ചു നിന്നു കാര്യം പറയാൻ. എന്തെങ്കിലും നോക്കുന്നതൊന്നുമില്ല, ഇതുപോലെ യോജിച്ച ഇണകളെ വേറെല്ലല്ലോ എന്നാണ് അവരുടെ മുമ്പിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് കയറി വിടുമ്പോൾ തന്നെ ചോദിച്ചു ഉസാമയോട്, ഉസ്മാ നിങ്ങൾ ചെല്ലുമ്പോൾ രണ്ടാളും ആടുണ്ടോ? ഓ രണ്ടാളുണ്ട്. റുഖയ്യക്ക് ഉസ്മാനേക്കാൾ യോജിച്ച ഉസ്മാന് വേറൊരു ഇണയോ നിങ്ങൾക്കറിയുമോ? ഇത്ര നല്ല ഇണക്കുള്ള ഇണകളല്ലേ എന്ന്. അതിനെ നബി ഞാനും ചിന്തിച്ച് ഞാൻ കുറച്ചു നേരം അങ്ങനെ അവിടെ അന്തിച്ചു നിന്നോ ഇവരെ സൗന്ദര്യം കണ്ട് എന്ന് ഉസാമത്തിന് ചെയ്യുന്നവർ പറഞ്ഞു. ഇതാണ് ഉസ്മാനും റുഖയ്യയും. ഈ ഉസ്മാനും റുഖയ്യയും തമ്മിലുള്ള ബന്ധം കഴിച്ചിട്ട് വീണ്ടും ഉമ്മു കുൽസൂമിനെ കെട്ടിച്ചു കൊടുക്കുന്നവർ ആത്മബന്ധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉസ്മാൻ എന്നവരുമായി ഉണ്ടാകണമെങ്കിൽ എത്ര നിലയിലുള്ള അടുപ്പവും എന്തു നിലയിലുള്ള പിരിശവും അവർക്കുണ്ടാവണം. തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരോട് അങ്ങേയറ്റം പിരിശവുമുണ്ട്. ആ പിരിശം വെച്ചുകൊണ്ടു തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളവർകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഷഹീദാണെന്ന് ഉഹദിൽ കയറിയപ്പം പറഞ്ഞത്. ഉഹദിൽ കയറിയപ്പെന്ന് മാത്രമല്ല പല സന്ദർഭങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം വിവരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസ് അബൂ മൂസൽ അശ്അരിയിൽ നിന്നു കാണാം. ഞാനൊരിക്കൽ ഒരു തോട്ടത്തിലിരിക്കുന്നു. ആ തോട്ടത്തിലൊരു കുഴിയുണ്ട്, കിണറുണ്ട്. ആ കിണറിലേക്ക് കാലും വെച്ച് ഇരിക്കാൻ പറ്റുന്ന പടവുണ്ട്. തങ്ങളിരിക്കുന്നു. വാതിക്കൽ നോക്കാൻ എന്നെ ഏൽപ്പിച്ചു.
ആരാ വരുന്നത് നോക്കാൻ. അങ്ങനെ വരുന്നത് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് വന്നു. സമ്മതം ചോദിച്ച് ഞാൻ നബിയോട് ചെന്ന് പറഞ്ഞു, അബൂബക്കർ എന്നവരാണ് വന്നിരിക്കുന്നത്, സമ്മതം കൊടുക്കണോ? ആരാ? അബൂബക്കർ. സമ്മതം കൊടുക്കണോ എന്ന് ചോദിച്ചു. അതേ, സമ്മതം കൊടുക്കൂ. ബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുകയും ചെയ്യൂ. അബൂബക്കർ സിദ്ദീഖ് എന്നവർ വന്നു. ബഹുമാനപ്പെട്ടവർ ആ കിണറിൻ്റെ പടയിന്മേൽ മറ്റൊരു ഭാഗത്ത് നബിയോടൊപ്പം ബഹുമാനപ്പെട്ടവരിരുന്നു. സന്തോഷത്തിരിക്കുമ്പോൾ ഉമർ എന്നവർ വന്നു രണ്ടാമത്. ഉമർ എന്നവർ അനുവാദം ചോദിക്കുന്ന വിവരം അബൂ മൂസൽ അശ്അരി എന്നവർ വീണ്ടും നബിയോട് എന്ന് ചോദിച്ചു. ഇദല്ലഹു വബശ്ശിർഹു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കൂ, സമ്മതം കൊടുക്കൂ. ഉസ്മാൻ എന്നവർ മൂന്നാമത് വന്നു. ഇദല്ലഹു വബശ്ശിർഹു ബിൽ ജന്ന, അനുവാദം കൊടുക്കൂ ഉസ്മാനെ, സ്വർഗം കൊണ്ട് സുവിശേഷവും അറിയിക്കൂ എന്ന് പറഞ്ഞ ശേഷം നബി അലാ ബൽവ തുസീബുഹു, അദ്ദേഹത്തിനൊരു കടുത്ത പരീക്ഷണവും ആപത്തും വരാനുണ്ട്. ആ ആപത്തിൻ്റെ മേലിലാണ്, ആ ആപത്തിന്മേലാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗം. ആ വിധത്തിൽ സ്വർഗത്തിൻ്റെ സുവിശേഷം അറിയിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ ഇത് കേട്ട് കടന്നു വരുമ്പം തന്നെ പറയുന്നത് അല്ലാഹുമ്മ സ്വബ്റ, പടച്ചോനെ നബി പറഞ്ഞ ആ ബൽവയുടെ മേലിൽ ക്ഷമ നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ വരുന്നത്. ആ ബൽവയാണ് വാസ്തവത്തിൽ ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത്. ഷഹാദത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുകയാണ്. ഷഹാദത്ത് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ട്. ഈ വിധം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശേഷം 12 കൊല്ലക്കാലം ഈ ഉമ്മത്തിനെ ഖിലാഫത്ത് കൊണ്ട് ഭരിച്ചു. 12 കൊല്ലം. നമ്മൾ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇസ്ലാമിന് വ്യാപനം കിട്ടിയതുപോലെ മറ്റൊരു ഖലീഫയുടെ കാലത്തും ഇസ്ലാമിന് വ്യാപനമുണ്ടായിട്ടില്ല. അത്രയും വലിയ വ്യാപനം. 12 കൊല്ലത്തിലെ ആദ്യത്തെ 6 വർഷക്കാലം വളരെ മുന്തിയ ഭരണം, ആർക്കും ഒരു ആക്ഷേപവും പറയാനില്ലാത്ത, എല്ലാവരും സന്തോഷിക്കുന്ന ഭരണമാണ് ബഹുമാനപ്പെട്ടവർ നടത്തിയത്. ആ ഭരണത്തോടെ ഇനി ഇസ്ലാമിനെ പരത്താനും വ്യാപിപ്പിക്കാനും ഒരു മണ്ണിലേക്ക് പോകാനില്ലാത്ത വിധം എല്ലാ ദിക്കുകളിലും, ലോകത്തിൻ്റെ ദിക്കുകളിലെല്ലാം ഇസ്ലാം പ്രചാരപ്പെട്ടു, ഇസ്ലാം വിളംബരപ്പെട്ടു. അതാണല്ലോ ഇസ്ലാമിനെ എത്തിക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്ന് നടത്തിയ പ്രയത്നം. ആ പ്രയത്നം ഫലിച്ചു, എല്ലായിടത്തും എത്തി. പേർഷ്യയും അതുപോലെ റോമും, ഈ 2 സാമ്രാജ്യത്തിന് കീഴിലാണ് ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലെ ഭരണങ്ങളും. ഒറ്റപ്പെട്ട് വല്ല ഇടങ്ങളോ വേറെ ഏതെങ്കിലും ഭൂഖണ്ഡങ്ങളോ ഉണ്ടെങ്കിൽ ആ ഭൂഖണ്ഡങ്ങളിലെല്ലാം ഇസ്ലാമിനെ എത്തിക്കാൻ പറ്റുന്നിടത്ത് ജനവാസമുണ്ടെങ്കിൽ, ഒരു സമൂഹമുണ്ടെങ്കിൽ ആ സമൂഹത്തിലെല്ലാം ഇസ്ലാമിനെ എത്തിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലത്ത് കഴിഞ്ഞു. ഈ ഒരു കാലം വല്ലാത്തൊരു കാലമായിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആളുകളെ വിളിക്കും, ദാ നെയ്യും തേനും വരുന്നുണ്ട്, വാങ്ങിക്കോളൂ, ഇതാ പണം ആവശ്യമുള്ളവർക്ക് വന്നോളൂ, പണം വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ചെന്നാലും അന്നത്തെ ഓരോ ദിവസത്തിലും മൂപ്പര് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്ന് ഓഫർ ചെയ്തിട്ട് ആ ഓഫർ പ്രകാരം വാരി കോരി കൊടുക്കുകയാണ്. അത്ര സമൃദ്ധമാണ് ഇസ്ലാം. ആ വിധം ബൈത്തുൽ മാൽ സമ്പന്നമാണ്. ഈ വിധത്തിൽ സമ്പന്നമായൊരു ബൈത്തുൽ മാലും ആ വിധമുള്ള ദാനവും ഉദാരനുമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ പിന്നീടുള്ള 6 വർഷക്കാലം പോരാട്ടങ്ങളില്ല, ഇസ്ലാമിൻ്റെ പ്രതിയോഗികളോടുള്ള പോരാട്ടമില്ല, ജിഹാദില്ല. ഇസ്ലാമിൻ്റെ പ്രതിയോഗികളോടുള്ള പോരാട്ടമില്ലാതിരിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മറുഭാഗത്ത് നിന്ന് വന്ന ദേശങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് വന്ന, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന് വന്ന, പല മതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ ഉള്ളിൽ കയറി നശിപ്പിക്കാനും മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനും നുഴഞ്ഞു കയറി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിരുന്നു ആ 5-6 വർഷക്കാലം. ഈ 5-6 വർഷത്തിൽ ഉമർ എന്നവരുടെ കാലത്തുള്ള ഇസ്ലാമിൻ്റെ ജയിച്ചടക്കലും ഇസ്ലാമിൻ്റെ എല്ലായിടത്തെയും വ്യാപ്തിയും റോം സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും തകർച്ചയും, ഇതിൽ കലിപൂണ്ടിരിക്കുന്ന മറ്റു മതക്കാരായ ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള കലിയും പ്രതിഷേധവും, അതോടൊപ്പം ഇസ്ലാമിൻ്റെ അജയ്യത കണ്ടിട്ടുള്ള മറ്റു ലോക ജനങ്ങളുടെ അസൂയയും എല്ലാം കൂടി ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമ്പോൾ ഉള്ളിൽ നുഴഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുസ്ലിം സമൂഹം എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവമായി അത് രൂപപ്പെട്ടു. കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും ഷാമിൽ നിന്നും അങ്ങനെ അനേകം ഹിജാസിൻ്റെ മണ്ണല്ലാത്ത പ്രദേശങ്ങളിൽ നിന്നും ഒന്നാകെ
അതായത് ഇസ്ലാം പിന്നീട് വന്നെത്തിയിട്ടുള്ള റോമിൻ്റെയും പേർഷ്യൻ്റെയും കീഴിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്ന് വിപ്ലവ സംഘങ്ങൾ ഒന്നായിട്ട് മദീനയെ ലക്ഷ്യമാക്കി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരെ നല്ല തക്കവും സന്ദർഭവും നോക്കിക്കൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ ഗൂഢപദ്ധതി ആസൂത്രണം ചെയ്തൊരു സംഘം പുറപ്പെട്ടു എന്ന് പറയാം. ആയിരക്കണക്കിന് സംഘങ്ങളുടെ 2000-ലധികം പേർ അവരുണ്ട്. ദുൽഹിജ്ജ മാസമാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ തടസ്സമൊന്നുമില്ലല്ലോ. ഓട്ടോ പുറത്തോ നടന്നോ പോയിട്ട് ഹജ്ജിന് പോകുന്നവരാണ് വിശ്വാസികൾ. അവർ മദീനയിലേക്ക് ഒഴുകിയ സമയം. നബിയുടെ ഹജ്ജിന് പോകാറുള്ള സഹോദരന്മാരെല്ലാം അക്കാലത്തും ഹജ്ജിന് പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്വഹാബികളൊക്കെ പോയിട്ടുണ്ട്. ഈ സമയം തന്നെ ലാക്കാക്കിക്കൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊല്ലാൻ വേണ്ടി വരുന്ന ആളുകൾ പ്രത്യേകം കോപ്പ് കൂട്ടി വരുന്നത്. പലതുമാണ് അവർ ജനങ്ങളോട് പറഞ്ഞത്. പലതും പറഞ്ഞ് അവർ മറച്ചു വെച്ചു അവരുടെ ഉള്ളിലുള്ളതും വിപ്ലവത്തിൻ്റെയും കഥ. പക്ഷേ ഉണ്ടായത് മദീന പള്ളിയിൽ ബാങ്ക് വിളി പോലും മുടങ്ങിപ്പോകുന്ന വിധം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാത്ത വിധം ഉപരോധിച്ചുകൊണ്ട് മദീനയുടെ പള്ളിയിൽ തമ്പടിച്ചുകൊണ്ട് വിപ്ലവകാരികൾ സെറ്റുകൂടി കലഹമുണ്ടാക്കുകയാണ്. ഇതൊരു മഹാമോശപ്പെട്ട പ്രതിയായിരുന്നു. അതിന് പറ്റുന്ന രാഷ്ട്രീയ സംഭവങ്ങളൊന്നുമില്ല. അവരിഷ്ടപ്പെടുന്ന ചില ആളുകളെ മാറ്റേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ ചെയ്ത അതിക്രമങ്ങളും താന്തോന്നിത്തങ്ങളും അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റമായി രേഖപ്പെടുത്തുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെ കരുവാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ചില ബന്ധുക്കൾ തോന്യാസങ്ങൾ കളിക്കുന്നുമുണ്ട്. ഇതൊക്കെ മൂപ്പരുടെ മേലിൽ വരുന്ന ചാർജാണ്. ഇതൊക്കെ മൂപ്പരുടെ മേലിൽ വാസ്തവത്തിൽ മൂപ്പർ നിരപരാധരും മൂപ്പർ ഇതൊന്നും അറിയാത്തവരുമാണ്. അറിയാത്തവരെങ്കിൽ ഈ കളിക്കുന്ന ബന്ധുക്കളെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പ്രധാനപ്പെട്ട സ്വഹാബികളും വേണ്ടപ്പെട്ടവരും സംസാരിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മനസ്സിലാക്കി ഈ വിപ്ലവകാരികളിലേക്ക് ആ ബന്ധുവിനെ കൊടുത്താൽ കൊലശിക്ഷ അർഹിക്കാത്ത ഒരാളെ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് വരിക. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതിന് കൂട്ടാക്കിയില്ല. ഇപ്പം രണ്ടാലൊന്ന് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഖിലാഫത്ത് സ്ഥാനം രാജിവെക്കണം, ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ പ്രതിയായിക്കൊണ്ട് തോന്യാസം ചെയ്യുന്ന ബന്ധുവിനെ ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് അവർ ഉന്നയിക്കുന്ന വാദം. അതൊരു ന്യായമായ വാദമാണ്. അവർക്ക് വിടുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ട് ഞങ്ങളൊന്ന് വിചാരണ ചെയ്യട്ടെ, തെറ്റെന്താണ്, കുറ്റമെന്താണ്, കുറവെന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് മറ്റു സ്വഹാബിമാരും സ്വഹാബി പ്രമുഖന്മാരും പറയുന്നുണ്ട്. ഈ പറയുന്നതും ഇദ്ദേഹത്തെ വിട്ടുകൊടുത്താൽ കൊലയാണ് ഇനി ഉണ്ടാവുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വിസമ്മതിച്ചു. ഇതാണ് വിപ്ലവം മൂർധന്യതയിലെത്താൻ കാരണം. അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയട്ടെ. അള്ളാഹു തആല ഷഹീദായി മരിക്കാൻ പ്രത്യേകം ഷഹാദത്ത് നിശ്ചയിച്ചിരിക്കുന്നു അവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഖിലാഫത്തിൻ്റെ കുപ്പായം അള്ളാഹു ധരിപ്പിച്ചാൽ എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ഒരിക്കലും ആ കുപ്പായം ആർക്കു വേണ്ടിയും ഊരി വെക്കരുത്, ഒരിക്കലും നിങ്ങൾ അഴിച്ചു വെക്കരുത്. അതായത് രാജിവെച്ചുകൊണ്ട് ഖിലാഫത്തിൽ നിന്ന് പോകരുത് എന്ന ഒരു ഉപദേശം അള്ളാഹുവിൻ്റെ റസൂൽ നേരിട്ട് നൽകിയിട്ടുണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളവർക്ക്. ഈ നിർദ്ദേശമുള്ളിടത്തോളം ഖിലാഫത്തിൻ്റെ കുപ്പായം ഞാനാൽ ഊരുന്ന പ്രശ്നമില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കട്ടായം പറയുന്നു. വിപ്ലവത്തിൻ്റെ ആളുകളുടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തെ കാക്കാൻ 700ഓളം വരുന്ന സ്വഹാബത്തടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പുറത്തുമായി വിപ്ലവകാരികൾക്കെതിരെ ജാഗരൂകമായി നിലകൊള്ളുന്നുണ്ട്. ഈ 700 ആളുകൾ പരിശ്രമിച്ചാൽ 2000-ലധികം വരുന്ന വിപ്ലവകാരികളെ പോരാടിക്കൊണ്ട് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ബഹുമാനപ്പെട്ടവർ അതിന് തുനിഞ്ഞില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ പ്രകാരം തന്നെ ഷഹീദായി മരിക്കുമെന്ന ഉറപ്പിൽ തന്നെ ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ്. പക്ഷേ വെള്ളം കിട്ടാത്തിടത്തേക്കും ദാഹജലത്തിനു വേണ്ടി വിഷമിക്കുന്നിടത്തേക്കും നോമ്പനുഷ്ഠിച്ച സുന്നത്ത് നോമ്പൊന്ന് മുറിക്കാൻ പോലും വെള്ളം കിട്ടാത്ത ഒരു ദാരുണമായ ദയനീയ സ്ഥിതിയിലേക്കും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എത്തിപ്പോയി എന്നത് വിധിയുടെ വൈപരീത്യമെന്ന് പറയാം. വളരെ വല്ലാത്ത ഒരനുഭവമായി മാറി. മദീനത്തെ പള്ളിയിൽ നോക്കി ഒരു സമയത്ത് ബഹുമാനപ്പെട്ടവർ ത്വൽഹ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ത്വൽഹ ഇബ്നു ഉബൈദുല്ലാ. ഉത്തരം കിട്ടുന്നില്ല. ത്വൽഹ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. ത്വൽഹ ഇവിടെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. 3 പ്രാവശ്യം ത്വൽഹയുണ്ടോ എന്ന് ചോദിച്ച ശേഷം ഇതാ ഞാനിവിടെ ഉണ്ട് എന്ന് ത്വൽഹ ഇബ്നു ഉബൈദുല്ലാ എന്നൊരു പറയുന്നത്. മഹാനായ ഉസ്മാൻ ചോദിച്ചു, നിങ്ങളോട് നിങ്ങളുണ്ടെന്ന് പറയാൻ ഒരു 3 പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ട് മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞുവല്ലേ? ഞാനെന്ത് തെറ്റുകാരനാണ്? റൂമാ കിണർ എന്ന ഈ കിണർ
എനിക്ക് വേണ്ടി വാങ്ങിയിട്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അത് ദാനമാക്കി വെക്കാൻ തയ്യാറുള്ളവരാരാണോ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ അത് വാങ്ങിക്കൊണ്ട് സ്വർഗം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാങ്ങിയത്? ജയ്സുല്ലുസറത്തിന് ഒരുക്കി അയക്കുന്ന ആൾക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനല്ലേ അവർക്ക് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും സമ്പത്തുകളും എല്ലാം കൊടുത്തതും കുതിരകളും ഒട്ടകങ്ങളും എമ്പാടും നൽകിക്കൊണ്ട് തബൂക്കിലേക്ക് പോകുന്ന സൈന്യത്തെ സഹായിച്ചത് ഞാനല്ലേ? പള്ളി വിശാലമാക്കാനും പള്ളിയുടെ ചുറ്റും വീടുണ്ടാക്കാനും പറ്റുന്ന വിധം അതിലേക്കൊരൽപ്പം സ്ഥലമുണ്ട്. ആ സ്ഥലം വാങ്ങിക്കൊണ്ട് മുസ്ലിമീങ്ങളുടെ പള്ളിയാക്കി വെച്ചാൽ അതിനുവേണ്ടി സ്വർഗം ഞാൻ ഓഫർ ചെയ്യാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ ആ സ്ഥലം വില കൊടുത്ത് വാങ്ങിയിട്ട് സ്വർഗം മുത്തുനബിയിൽ നിന്ന് കയ്യോടെ വാങ്ങിയത് ഞാനല്ലേ? ഇത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊരിറ്റ് വെള്ളം തരാൻ കഴിയില്ലേ എന്ന് കേട്ടപ്പോഴാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്നവരെ പോലുള്ളവരൊക്കെ ഇത്ര ദാരുണമായ അവസ്ഥയാണ് വീടിൻ്റെ അകത്തെന്നറിയുന്നത്. വെള്ളം അവരിൽ പ്രധാനപ്പെട്ട സ്വഹാബികൾ തോൽപാത്രത്തിൽ ആവുന്നിടത്തോളം കൊടുത്തയച്ചുകൊണ്ട് അവരെ സഹായിച്ചു. ഇനി അങ്ങോട്ട് ആ കൊടുത്തയച്ച വെള്ളം എത്താൻ വരെ വിഷമമുണ്ടെന്നും വിപ്ലവകാരികളെ തടയുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ സ്വന്തം മകൻ ഹസനെയും സ്വന്തം മകൻ ഹുസൈനെയും വാതിൽക്കൽ കാറാവുകാരനാക്കാൻ മഹാനായ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുവന്ന് വാതിൽക്കൽ നിർത്തി. ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാ എന്നവർ അവരുടെ മകനെ നിർത്തി. പ്രധാനപ്പെട്ട സ്വഹാബിമാരെല്ലാം ഈ വിപ്ലവകാരികൾ എതിർക്കുന്ന വിധം അവരുടെ വീടിൻ്റെ മുൻപിൽ കാവലായി നിന്നു, ഒരിക്കലും വിപ്ലവകാരികൾ വീടിൻ്റെ അകത്തേക്ക് അടുക്കാതിരിക്കാൻ. പക്ഷേ എല്ലാം ശരിയായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെട്ടേൽക്കുന്ന രാത്രിയുടെ അന്ന്, അതായത് വെള്ളം കൊടുക്കാതെ പ്രയാസപ്പെട്ട അന്നത്തെ ഭാര്യ നായിലത്താണെന്ന് വീടിൽ കൂടെയുള്ളത്. 4 ഭാര്യമാർ അദ്ദേഹത്തിന് അന്നുണ്ട്. അക്കൂട്ടത്തിൽ നായിലത്ത് എന്ന ഭാര്യ അവരോട് പറഞ്ഞു, എവിടുന്നോ വായ്പ മേടിച്ചിട്ട് എങ്ങനെയോ വാങ്ങിച്ചിട്ട് ഒരൽപ്പം വെള്ളം നോമ്പ് തുറക്കാത്ത അദ്ദേഹത്തിന് രാത്രിയിൽ അത്താഴത്ത് നോമ്പ് തുറക്കാനും പറ്റുന്ന വിധം കൊണ്ടു ചെന്നപ്പോൾ എനിക്ക് നോമ്പ് തുറ കിട്ടിയിരിക്കുന്നു. ഞാൻ നോമ്പ് തുറന്ന് ഇപ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ വേണ്ടി പോകുന്നു. എനിക്കിനി വെള്ളം ആവശ്യമില്ല. വെള്ളമില്ലാത്ത ഒരാവശ്യവും വരാത്ത വണ്ണം ഞാൻ ദാഹർന്നിരിക്കുന്നു എന്ന് നായിരയോട് സംസാരിച്ചപ്പോൾ എന്തേ സംഭവം? എൻ്റെ വീടിൻ്റെ ഈ മുകൾ തട്ടിൽ നിന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വെള്ളം തന്നു. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നോമ്പ് മുറിക്കാമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇന്നലെ രാത്രിയിലുണ്ടായ അനുഭവം എന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പുറത്തുള്ള ഈ വീടിൻ്റെ ആളുകളോടും ഉള്ളിലുള്ള കാവൽക്കാരോടും കുടുംബങ്ങളോടും 700ഓളം പേർ വരുന്ന സ്വഹാബത്തിൻ്റെ മക്കളടക്കമുള്ള സംഘം, അബൂ ഹുറൈറയുണ്ട്, ഹസനുണ്ട്, ഹുസൈൻ എന്നവരുണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളെല്ലാവരോടും ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിങ്ങളെല്ലാവരും ഇനി മാറി നിൽക്കണം. ആരും എൻ്റെ വീടിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതില്ല. മുഹാജിരീങ്ങളുടെയും അൻസാറുകളുടെയും മക്കൾ അബ്ദുല്ലാഹിബ്നു അംർ, അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു ഉമർ, അബൂ ഹുറൈറ, ഹസൻ, ഹുസൈൻ എന്നിങ്ങനെയുള്ള സ്വഹാബികൾ അടക്കമുള്ള 700 പേരാളുകളോടാ പറയുന്നത്, ഉഖ്സിമു അലാ മല്ലി അലൈഹി ഹഖ്ഖുൻ, ആരൊരാൾക്ക് എൻ്റെ മേൽ അവകാശമുണ്ടോ, എന്നോട് കടപ്പാടുണ്ടോ, അവരോടൊക്കെയും ഞാൻ പറയുന്നു, നിങ്ങൾ നിശബ്ദമായി നിൽക്കണം, നിങ്ങൾ ആയുധം ഉപയോഗിക്കാതെ നിൽക്കണം, നിങ്ങൾ ആരും ഒരാളും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത്, എല്ലാവരും നിശബ്ദമായി നിങ്ങൾ വീട്ടിലേക്ക് പോകണം എന്ന് ബഹുമാനപ്പെട്ടവർ പ്രത്യേകം പറയുന്നു. ഞാൻ ഏതായാലും നാളെ തന്നെ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോഴാണ് ഈ പ്രധാനപ്പെട്ട സ്വഹാബാക്കളൊക്കെ അന്തിച്ചു പോയത്. എനിക്ക് കടപ്പാടുള്ള, എന്നോട് കടപ്പാടുള്ളവരൊക്കെ മാറി നിൽക്കണം, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ പിന്നെ ആ കടപ്പാടുള്ളവർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. സംഭവിക്കുന്നത് സംഭവിക്കും എന്ന നിലയ്ക്ക് തന്നെ നിന്നു. അതാണ് അദ്ദേഹവും കയ്യും കെട്ടി നോക്കി നിന്നു. മറ്റുള്ളവരോട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടാലൊന്നാവാം. നിങ്ങളുടെ അടുത്തുള്ള ആളുകളെ വെച്ച് പൊരുതിയാൽ നിങ്ങൾക്ക് ശരിക്കും ഭരണം തിരികെ കിട്ടും, വിപ്ലവകാരികളെ നശിപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരാം, എൻ്റെ കൂടെ നോമ്പ് തുറക്കാം, ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുക്കിലേക്ക് വന്ന് ആ നോമ്പ് തുറയിലേക്ക് നിങ്ങൾക്ക് കൂടാമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വെച്ച് നോമ്പ് തുറയിലേക്ക് നബിയുടെ അടുത്തേക്ക് വെല്ലുന്നതിനെയാണ് ബഹുമാനപ്പെട്ടവർ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് വിപ്ലവകാരികൾ എങ്ങനെയോ കടന്നു ചെന്ന് ബഹുമാനപ്പെട്ടവരെ കഴുത്തറുത്തത്, അവരെ വെട്ടിക്കൊലപ്പെടുത്തിയത്.
അവരുടെ രക്തം ചിന്തിയത്. അവരപ്പോൾ നിസ്കാരത്തിലും മുസഹഫ് പാരായണത്തിലും ഒഴുകിയിരിക്കുകയായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും മുസഹഫ് ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അദ്ദേഹത്തിന് വെട്ടേൽക്കുന്നത്. ഇത് ഷഹീദായി ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിൻ്റെ ലോകത്തേക്ക് പോയതും പിന്നീട് അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ടവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും എല്ലാം ഉള്ളതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പോരാട്ടവും കുഴപ്പവും നിലച്ച സമയമുണ്ടാവുകയില്ല. ഉസ്മാൻ കൊല്ലപ്പെട്ടാലെന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസ്താവനയും പ്രവചനവും അതേവിധം പുലർന്ന വിധമാണ് മുസ്ലിമീങ്ങളിൽ പിന്നെ വിപ്ലവവും കുഴപ്പവും ഉണ്ടായത്. എതിർക്കാൻ, അവിശ്വാസികൾക്കെതിരെ ഒരു യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖലീഫയായി എന്നെ കൊന്നാൽ സാധ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ ഒരു യുദ്ധം ചെയ്യാനുള്ളൊരവസരം പിന്നീടുള്ള 4ാം ഖലീഫയുടെ കാലത്ത് മുസ്ലിമീങ്ങൾക്കുണ്ടായിട്ടില്ല. പരസ്പരമുള്ള പോരാട്ടവും കുഴപ്പത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിപ്പോയി. ഈ ഷഹാദത്ത് സംഭവിച്ചത് ഹിജ്റ 35 ഇതുപോലെ ഒരു ദുൽഹിജ്ജ മാസത്തിൽ 18-നാണ്.